കോഴിക്കോട് ഈങ്ങാപ്പുഴയിലെ ജെവി ക്ലിനിക്കിൽ വെള്ളം കയറി എന്നുള്ളതാണ്. നിരവധി മരുന്നുകൾ നശിച്ചു എന്ന വാർത്തയും കൂടി വരികയാണ്. ജീവനക്കാർ ക്ലിനിക്ക് വൃത്തിയാക്കുകയാണ്. നേരത്തെ വീടുകളിൽ വെള്ളം കയറുന്നതിന്റെയൊക്കെ സ്ഥിതി നമ്മൾ കണ്ടതാണ്. സമാനമായൊരു അവസ്ഥയാണ്. അഞ്ജനയാണ് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് നമുക്കൊപ്പം ചേരുന്നത്. അഞ്ജന, ഇവിടെയും വെള്ളം കയറി വല്ലാത്തൊരു അവസ്ഥയിലാണ്. മരുന്നുകൾ കാര്യമായി നശിച്ചോ? രതീഷ്, ഞാനിപ്പോൾ ഉള്ളത് ഈങ്ങാപ്പുഴയിലെ ജെവി ക്ലിനിക്സിലാണ്. ഈ ക്ലിനിക്സ് വരുന്നത് ഈങ്ങാപ്പുഴ പുഴയ്ക്ക് അടുത്ത് തന്നെയാണ്. പുഴ കരകവിഞ്ഞതോടെ ഇങ്ങോട്ട് വെള്ളം അടിച്ചു കയറുകയായിരുന്നു. ഇതിലേതാണ്ട് ഈ ഒരു ഭാഗം വരെ വെള്ളം ഉണ്ടായിരുന്നു. ഇത്രയും ഭാഗം വരെ ചെളിയുമായിരുന്നു. രാവിലെ മഴ കുറഞ്ഞതോടുകൂടെ തന്നെ ഇവിടുന്ന് വെള്ളം ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഏതായാലും രാവിലെ ജീവനക്കാർ വന്ന് നോക്കുമ്പോഴാണ് ഇത്തരത്തിൽ ചെളി അടിഞ്ഞുകൂടിയ നിലയിൽ ക്ലിനിക്ക് കാണുന്നത്. മരുന്നുകളൊക്കെ തന്നെ നശിച്ചിട്ടുണ്ട്. നിരവധി മെഡിക്കൽ ഉപകരണങ്ങളും ഈ വെള്ളം കയറിയതിനെ തുടർന്ന് നശിച്ചിട്ടുണ്ട്. ഈ ജീവനക്കാർ ഇത് മേശയിലൊക്കെ വെച്ചിട്ട് പോയിരുന്നു. പക്ഷേ രാവിലെ വന്ന് നോക്കുമ്പോഴാണ് മേശയൊക്കെ മറിഞ്ഞു കിടന്ന് ചെളിയിൽ പൂണ്ട് ഉപകരണങ്ങളൊക്കെ കിടക്കുന്നത് കാണുന്നത്. ഒരുപാട് ഉപകരണങ്ങൾ മേശയൊക്കെ മറിഞ്ഞു വീണു, ഉപകരണങ്ങളൊക്കെ താഴെ വീണു, നഷ്ടമായിട്ടുണ്ട്. മെഡിസിൻസ് ചെറിയ തോതിലേ പോയിട്ടുള്ളൂ. സ്ഥിരമായിട്ട് ഈങ്ങാപ്പുഴ കര കവിയുമ്പോൾ ഇതുപോലെ ക്ലിനിക്കിലേക്ക് വെള്ളം കയറാറുണ്ടോ? 10-20 മിനിമം 8 to 10 ടൈംസ് കയറിയിട്ടുണ്ട്. കഴിഞ്ഞ 20 വർഷമായിട്ട് ഒരു 8-9 പ്രാവശ്യം കയറിയിട്ടുണ്ട്. ഈ പ്രാവശ്യം ഒരു 1-2 ഫുട്ട് ഹൈറ്റിൽ കയറിയിട്ടുണ്ട്. മുൻപും ഇതുപോലെ വെള്ളം കയറുന്ന സമയത്ത് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര നാശനഷ്ടം ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് നാശനഷ്ടം ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം അത്യാവശ്യം നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ്. ഏതാണ്ട് 8-9 തവണ ഇത്തരത്തിൽ ഈ ബിൽഡിങ്ങിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. മുൻപും ഇവിടെ വെള്ളം കയറി ഉപകരണങ്ങളും മരുന്നുകളും ഒക്കെ നശിച്ചിട്ടുള്ള ഒരിടം കൂടിയാണ്. പലപ്പോഴും ഇവിടെ ജീവനക്കാരും അതുപോലെ ഡോക്ടേഴ്സും വെള്ളം കയറും അല്ലെങ്കിൽ മഴയാണ് എന്ന് കാണുമ്പോൾ പല ഉപകരണങ്ങളും മുകളിലേക്ക് പൊക്കി വെക്കുന്ന ഒരു സ്ഥിതി കൂടി ഇവിടെയുണ്ട്. ഇന്നലെ കനത്ത മഴ പെയ്തിരുന്നു. അപ്പോൾ സൂചന തോന്നിയത് കൊണ്ട് കുറച്ച് ഉപകരണങ്ങളൊക്കെ അവരതുപോലെ കയറ്റി വെച്ചു. പക്ഷേ എന്നാൽ പോലും കുറച്ച് ഉപകരണങ്ങളൊക്കെ താഴെ ഇരിക്കുമായിരുന്നു. ഈ ടേബിളും ഇതിൻ്റെ മുകളിലുണ്ടായ സാധനങ്ങളൊക്കെ രാവിലെ വന്ന് നോക്കുമ്പോൾ ചെളിയിൽ പൂണ്ട നിലയിലായിരുന്നു. കുറേയൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. എന്തായാലും വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പല മെഡിസിൻസും നശിച്ചു പോയിട്ടുണ്ട്. ഈ ഉപകരണങ്ങളൊക്കെ തന്നെയും ചെളിയിൽ പൂണ്ട് കിടക്കുന്ന ഒരു സ്ഥിതിയിലാണ്. ഇതൊക്കെ സിസേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ മെഡിക്കൽ ബേസിൻസ് ആണ്. ഇതൊക്കെ ചെളിയിൽ പൂണ്ട് കിടക്കുന്ന രീതിയിലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇതോടൊപ്പം തന്നെ അപ്പുറത്ത് നിരവധി വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. അവിടെയും ഇത്തരത്തിൽ വെള്ളം കയറി ചെളി കയറി നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈങ്ങാപ്പുഴ മേഖലയിൽ ഏതായാലും വലിയ രീതിയിലാണ് ഇന്നലെ കോഴിക്കോട് പെയ്ത കനത്ത മഴയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഫെഡറൽ ബാങ്കിൻ്റെ ശാഖയുണ്ട് അപ്പുറത്ത്, ഈങ്ങാപ്പുഴ ശാഖ. അവിടെയും ഇതുപോലെ വലിയ രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഈങ്ങാപ്പുഴ കൊല്ലകൾ റോഡുണ്ട്. ഈ റോഡിലും ഗതാഗതം ഇന്നലെ തടസ്സപ്പെട്ടിരുന്നു. നോക്കിയാൽ മനസ്സിലാവും, നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ചിരുന്നു. ഇത് സ്റ്റെതസ്കോപ്പാണ്, അതുപോലെയുള്ള മറ്റ് ഉപകരണങ്ങളാണ്. ഇതുപോലെ മഴക്കാലമാകുമ്പോൾ അവരിതുപോലെ കെട്ടിത്തൂക്കിയാണ് ഇവിടെ ഇടുന്നത്. കാരണം മഴ പെയ്താൽ വെള്ളം കയറും, ഈങ്ങാപ്പുഴ കര കവിയും, ക്ലിനിക്കിലേക്ക് വെള്ളം കയറും, സാധനങ്ങൾ നശിക്കാൻ ഇടവരും. അതുകൊണ്ട് ഇവരെല്ലാം അത് തൂക്കിയിടുകയാണ് ചെയ്യുന്നത്. വെള്ളം കയറാത്ത ഒരിടം നോക്കി, സുരക്ഷിതമായ ഒരിടം നോക്കി അവരതിനെ തൂക്കിയിടുകയാണ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. ഒരുപാട് നിന്നാണ് അഞ്ജന വിവരങ്ങൾ നൽകുന്നത്. ഈങ്ങാപ്പുഴയുടെ സമീപത്ത് താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ച്, അവിടുത്തെ സ്ഥാപനങ്ങളെ സംബന്ധിച്ചൊക്കെ വലിയ ഭീഷണിയായി വെള്ളം ഉയരുകയാണ്.